നമസ്കാരം. കസ്റ്റഡിയിലിരിക്കെ ജലവിതരണവുമായി ബന്ധപ്പെട്ട ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഉത്തരവിറക്കിയത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുകയാണ്. ഇത് കോടതി ഉത്തരവും നിയമ വ്യവസ്ഥകളും പാലിച്ചാണോ എന്ന് പരിശോധിക്കും. കേജ്രിവാൾ കസ്റ്റഡിയിലിരിക്കെ ഡൽഹിയിലെ ജലക്ഷാമം പരിഹരിക്കാൻ ഉത്തരവിട്ടതായി ഡൽഹി മന്ത്രി അതിഷി മർലേനെയാണ് അറിയിച്ചത്. കസ്റ്റഡിയിലുള്ള ആൾ എങ്ങനെ ഉത്തരവിറക്കിയെന്ന BJP ചോദിച്ചതോടെയാണ് ഇഡിയുടെ അന്വേഷണം ആ വഴിയിൽ തുടങ്ങിയത്. ഭാര്യ സുനിതയ്ക്കും പേഴ്സണൽ അസിസ്റ്റന്റ് വിഭാവ് കുമാറിനും ദിവസവും വൈകിട്ട് 6-നും 7-നും ഇടയിൽ അരമണിക്കൂറോളം കേജ്രിവാളിനെ കാണാൻ കോടതി അനുമതിയുണ്ട്. അഭിഭാഷകർക്കും അരമണിക്കൂർ കൂടിക്കാഴ്ചയ്ക്ക് അനുമതിയുണ്ട്. ഇതിനിടെയാണോ ഉത്തരവ് തയ്യാറാക്കിയത് എന്നാണ് ഇഡി പരിശോധിക്കുന്നത്. ഉത്തരവുകളുടെ ലംഘനം ഉണ്ടെങ്കിൽ കോടതിയെ അറിയിക്കും. അതേസമയം മുഖ്യമന്ത്രിയുടെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് ഉത്തരവ് ഇറങ്ങിയത് ആശങ്കാജനകമാണെന്ന് BJP ചൂണ്ടിക്കാണിച്ചു. ഇറങ്ങിയത് വ്യാജ ഉത്തരവാണോ എന്ന് അന്വേഷിക്കണമെന്ന് BJP നേതാവ് മഞ്ജീർ സിംഗ് സിർസ ലഫ്റ്റനന്റ് ഗവർണർക്ക് നൽകിയ പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. മുഖ്യമന്ത്രി ഇഡി കസ്റ്റഡിയിലാണ്. പുറത്തു നിന്നുള്ള ഭക്ഷണവും മരുന്നും കഴിക്കാൻ പോലും കോടതിയുടെ അനുമതി വേണം. ഈ സാഹചര്യത്തിൽ ആരാണ് മുഖ്യമന്ത്രിയെ ബന്ധപ്പെട്ടത്? മന്ത്രി അതിഷിക്ക് ഉത്തരവ് ലഭിച്ചത് എങ്ങനെ? ഉത്തരവിന് നമ്പറില്ല, ഒരു ഉദ്യോഗസ്ഥന്റെ ഒപ്പുമില്ല. മദ്യ കുംഭകോണം പോലെ കത്തഴിമതിക്കും ആം ആദ്മി പാർട്ടി മറുപടി പറയണമെന്നാണ് സിർസ പറഞ്ഞത്. ഡൽഹി മദ്യനയ അഴിമതിയുടെ തെളിവുകളുള്ള കേജ്രിവാളിന്റെ ഫോൺ കാണാനില്ലെന്ന് ഇഡി അറിയിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഫോൺ എവിടെയെന്ന് അറിയില്ലെന്നാണ് കേജ്രിവാൾ പറഞ്ഞത്. ഫോൺ നശിപ്പിച്ചെന്ന് ഇഡി ആരോപിക്കുന്നു. ഈ ഫോൺ ഉൾപ്പെടെ നിർണായക രേഖകൾ അടങ്ങിയ 171 ഉപകരണങ്ങൾ കാണാനില്ലെന്ന് ഇഡി പറയുന്നുണ്ട്. 17 ഫോണുകളിലെ വിവരങ്ങളാണ് കേസിൽ ഉപയോഗിക്കുന്നത്. മദ്യനയം നടപ്പാക്കിയ കാലത്ത് ഉപയോഗിച്ച ലാപ്ടോപ്പുകളും ഫോണുകളും മാറ്റിയതായും ഇഡി പറയുന്നു. മദ്യനയ കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരായ പ്രതിഷേധം കടുപ്പിക്കാൻ ആം ആദ്മി പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വസതി വളഞ്ഞ് പ്രതിഷേധിക്കാനാണ് പാർട്ടി നേതൃത്വം ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഈ മാർച്ചിന് പോലീസ് അനുമതി നൽകിയിട്ടില്ല. എന്നാൽ അനുമതിയില്ലാതെ തന്നെ മാർച്ചുമായി മുന്നോട്ട് പോകാനാണ് ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം. സാഹചര്യത്തിൽ കനത്ത സുരക്ഷയാണ് ന്യൂദില്ലി മേഖലയിൽ ഒരുക്കിയിരിക്കുന്നത്. ഇതോടെ ദില്ലി സംഘർഷഭരിതമാകുമെന്നാണ് കരുതുന്നത്. അതിനിടെ കേജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച പ്രൊഫൈൽ പിക്ചർ ക്യാമ്പയിനുമായി AAP രംഗത്തെത്തിയിട്ടുണ്ട്. മോദി കാ സബ്സെ ബഡാ ഡർ കേജ്രിവാൾ, അതായത് മോദിയുടെ ഏറ്റവും വലിയ പേടി കേജ്രിവാൾ എന്ന ഹാഷ്ടാഗോടെയാണ് പ്രൊഫൈൽ ചിത്രങ്ങൾ മാറ്റിയത്. AAP നേതാക്കളും പ്രവർത്തകരും സാമൂഹിക മാധ്യമങ്ങളിൽ പുതിയ ചിത്രം പോസ്റ്റ് ചെയ്തു. ഇതിനിടെ ഇഡി കസ്റ്റഡിയിലുള്ള കേജ്രിവാളിനെ ചോദ്യം ചെയ്യുന്നത് തുടരുകയുമാണ്. നന്ദി.